ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരു നന്ദാപ്പനും ആമിക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോവുക. ഇവിടുന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാന്ന്. പക്ഷെ എന്താണെന്ന് പറഞ്ഞില്ല. അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് പോയതാണ്. പക്ഷേ ഓട്ടോ കിട്ടിയില്ല. നടന്ന് കുറേ ഇങ്ങ് വന്നു. അതിനുശേഷമാണ് ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഓട്ടോയിൽ കയറി ഞങ്ങൾ ആദ്യം പോകുന്നത് ആമിക്കും നന്ദാപ്പനും കൊലുസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളി കൊലുസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ചിന്നക്കടയിൽ ചെന്നു. കടയിൽ വന്നു. കടയിൽ അങ്ങ് മുകളിലാണ്. ആമി ഭയങ്കര ഹാപ്പി ആയിട്ട് ആമി നന്ദാപ്പും പോവുക കൊലുസ് വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങൾ വന്നു, കടയിൽ ചെന്നു, കൊലുസിനൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു, സെലക്ട് ചെയ്തു. അപ്പം ഈ ഒരു കൊലുസാണ് നമ്മൾ നന്ദാപ്പൂവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത്. കണ്ടോ, ഈ ഒരു മോഡൽ ഇത് നന്ദാപ്പൂവിന് വേണ്ടി വാങ്ങിച്ചു, ഇത് ആമിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മളിതിൻ്റെ ഫോട്ടോയും ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു, നോക്കി, ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം ആമി അവിടെ ഇരുന്ന് ഓരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആമിയുടെ കാലിൽ ആ കൊലുസ് അവിടെ വെച്ച് തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ നന്ദാപ്പൂവിനും ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൻ്റെ കേട്ടോ, നന്ദാപ്പൂ ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോവാം ഞങ്ങൾ. അതായത് ഈ വരുന്ന മെയ് 31 നന്ദാപ്പൂവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ്. അവളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളിത് എന്താണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന്. അപ്പം ഞങ്ങൾ ചിന്നക്കട ഉണ്ണുണ്ണി സൈക്കിൾസിൽ വന്നു. കണ്ടോ, ഇതാണ് കട. അപ്പം ഈ കട കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി, എന്താണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടി. അവിടെ ചെന്നു, കടയിൽ കയറി. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പേ അവിടെ വിളിച്ച് ചോദിച്ചു, ഫോട്ടോയൊക്കെ ഇട്ട് ഒന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തായിരുന്നു. അപ്പം നന്ദാപ്പൂന് ഈ ഒരു പിങ്ക് കളറിലെ ലേഡി ബേർഡിൻ്റെ സൈക്കിളാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ആൾക്ക് ആദ്യം ഓട്ടിക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. കുറച്ച് വലുതാണ് എടുത്തത്. അങ്ങനെ പുറത്ത് ഇറങ്ങിയിട്ടൊന്ന് ഓട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു ചേട്ടൻ ഹെൽപ്പ് ചെയ്തു. കാര്യം അകത്ത് സ്ഥലം കുറവായതുകൊണ്ട് പുറത്തൊന്ന് ഓട്ടിച്ച് നോക്കാമെന്ന് നോക്കി. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ആൾ ഓട്ടിക്കുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ ഓട്ടിച്ചു. അങ്ങനെ ഓക്കെ ആക്കി ഞങ്ങൾ എടുക്കാൻ പറഞ്ഞു. പിന്നീട് അടുത്തത് ആമിക്ക് അപ്പോൾ സൈക്കിൾ വേണമെന്ന് നോക്കുമായിരുന്നു. ആമി ഞങ്ങൾ പറയുന്നതിന് മുമ്പേ ആമി ഓരോ സൈക്കിൾ എടുക്കാൻ തുടങ്ങി. അതിനുശേഷം അവൾ അതിനകത്ത് കയറി ഒരു ഓറഞ്ച് കളർ സൈക്കിൾ എടുത്തിട്ട് അതിനകത്തായിരുന്നു അവൾ. പക്ഷേ അവൾക്കത് സൈസ് കുറച്ച് ചെറുത്. അപ്പോൾ അതിലേക്കൂടി അതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു വലുത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മുകളിലത്തെ ഫ്ലോറിലാണ്. അങ്ങനെ ഞങ്ങൾ ആമിയുടെ സൈക്കിൾ നോക്കാൻ വേണ്ടി മുകളിലോട്ട് കയറിപ്പോയി. അവിടെ ചെന്നപ്പം കുഞ്ഞുങ്ങളുടെ സൈക്കിൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. ആമിക്ക് ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ, ഏത് കളർ വേണം എന്ന്. അങ്ങനെ ആ ചേച്ചിയോട് പറയുമായിരുന്നു, ഈ കളർ വേണം, ബ്ലൂ വേണം, പർപ്പിൾ വേണം, അങ്ങനെ ഓരോ കളറും പറഞ്ഞു. അവസാനം നോക്കി ആമിക്കൊരു പിങ്ക് കളർ സൈക്കിള് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ അതെടുത്തു. ആദ്യം ഒരു ഓട്ടിക്കാനൊരു കുറച്ച് പാടായിരുന്നു. സപ്പോർട്ടുള്ള സൈക്കിളാണെങ്കിൽ കൂടിയും ആൾക്ക് ചവിട്ടാൻ അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീട് നന്ദാപ്പൂ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, ഞങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പതുക്കെ ആൾ ചവിട്ടുന്നുണ്ട്. എന്നാലും അത്ര പെർഫെക്റ്റ് അല്ല, എങ്കിലും കുഴപ്പമില്ല, ചവിട്ടി കുഴപ്പമില്ല. കുറച്ചൊരു വലുതാണ് ആളിച്ചിരിയേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചൊരു വലുത് സൈക്കിളാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സൈക്കിളിൽ നിന്ന് ഇറങ്ങുന്നില്ല, അവിടെ കിടന്ന് ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും സൈക്കിൾ വാങ്ങി രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഓട്ടോയ്ക്കകത്ത് സൈക്കിളൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചു. വീട്ടിലെത്തി. നന്ദാപ്പൂ സൈക്കിള് വീട്ടിലെത്തിയപ്പോൾ തന്നെ അത് ഓട്ടിച്ചുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് കയറിപ്പോയത്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.